കർഷക സുഹൃത്തുക്കളെ, എല്ലാവരും ജൈവ കൃഷിയിലേക്ക് നെറ്റ്സർഫിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മളുള്ളത് കണ്ണൂർ ജില്ലയിലെ ഇരിട്ടിക്കടുത്തുള്ള ഉളിക്കൽ പെരിങ്കരിയിലെ പ്രിയപ്പെട്ട സന്തോഷ് സാറിന്റെ 10 ഏക്കറിലധികം വരുന്ന തോട്ടത്തിലേക്ക് നമ്മുടെ നെറ്റ്സർഫിന്റെ ജൈവ വളങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടി പോവുകയാണ്. ഏകദേശം 1500-ലധികം വരുന്ന റബ്ബറുകൾക്കും 70-ലധികം വരുന്ന തെങ്ങുകൾക്കുമാണ് ഇന്നത്തെ വളപ്രയോഗം. നമ്മളതിലേക്ക് പോകാം. നമ്മുടെ 23 വർഷക്കാലമായി ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന, ഇന്ത്യയിൽ തന്നെ 24-ലധികം സംസ്ഥാനങ്ങളിൽ വിതരണം നടത്തിക്കൊണ്ട് ജൈവ കാർഷിക സംസ്കാരത്തിൽ വളരെയധികം സംഭാവനകൾ നൽകിക്കൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്ന നെറ്റ്സർഫ് എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ ബയോഫിറ്റിന്റെ ഉൽപ്പന്നങ്ങളാണ് നമ്മൾ ഇന്നിവിടെ ഉപയോഗിക്കാൻ വേണ്ടി പോകുന്നത്. കർഷക സുഹൃത്തുക്കളെ, കാർഷിക മേഖല വളരെയധികം മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. പാരമ്പര്യ രീതിയിൽ നിന്നും വ്യത്യസ്തമായി ടെക്നോളജിക്കൽ രീതിയിലേക്കുള്ള ഒരു മാറ്റം കാർഷിക മേഖലയിൽ കൂടുതൽ വിളവിലേക്കും ചുരുങ്ങിയ ചെലവിലേക്കും നമ്മൾ എത്തിക്കുകയാണ്. നിങ്ങളെ എല്ലാവരും ഇത് ഉപയോഗിക്കുക, കൂടുതൽ റിസൾട്ടിലേക്ക് എത്തുക, മണ്ണിനെ സംരക്ഷിക്കുക, മണ്ണിരകളെ സംരക്ഷിക്കുക, മണ്ണിനെ ഘടനയെ മാറ്റുക, pH ലെവലിനെ കൺട്രോൾ ചെയ്തുകൊണ്ട് ജൈവ കാർഷിക സംസ്കാരത്തെ നമുക്ക് പടുത്തുയർത്താം. ഇന്ന് നമ്മളിവിടെ ഉപയോഗിക്കാൻ വേണ്ടി പോവുകയും വെള്ളത്തിലേക്ക് മിക്സ് ചെയ്യാൻ വേണ്ടി പോകുന്ന നെറ്റ്സർഫിന്റെ ബയോഫിറ്റിന്റെ ഉൽപ്പന്നങ്ങൾ ഇന്ന് ജൈവ കാർഷിക മേഖലയിൽ അതിനൂതന മാറ്റങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് മുന്നേറുകയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. 3 വർഷക്കാലമായി, 4 വർഷക്കാലമായി, 24 വർഷക്കാലമായിട്ട് ഉപയോഗിക്കുന്ന കർഷകരുടെ അനുഭവങ്ങൾ നമ്മൾ മനസ്സിലാക്കുകയാണ്. ഇന്ന് നമ്മളിതിവിടെ 200 ലിറ്ററിൻ്റെ ബാരലിലേക്ക് സസ്യത്തിന് ആവശ്യമായ അടിസ്ഥാനപരമായിട്ട് വേണ്ട എല്ലാ ഘടകങ്ങളും ചേർന്ന ഈ ഒരു ഉൽപ്പന്നങ്ങൾ നമ്മൾ ഉപയോഗിക്കാൻ വേണ്ടി പോവുകയാണ്. നമുക്കറിയാം, ഒരു കയ്യിൽ പിടിച്ചുകൊണ്ട് പോയിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്ര രീതിയിലേക്ക് നമ്മുടെ വളപ്രയോഗം, നമ്മുടെ കാർഷിക സംസ്കാരം മാറ്റത്തിലേക്ക് കുതിക്കുകയാണ്, കൂടുതൽ മികവിലേക്ക് കുതിക്കുകയാണ്. നമുക്ക് നോക്കാം, നമ്മുടെ വെള്ളം 200 ലിറ്റർ ബാരൽ നമ്മളിവിടെ എടുത്തിട്ടുണ്ട്. 200 ലിറ്റർ ബാരലിലേക്ക് 400 ml എന്നുള്ള രീതിയിലേക്ക് നമ്മുടെ പ്രൊഡക്റ്റ് നമ്മളിതിലേക്ക് മിക്സ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ആദ്യമായി തന്നെ സസ്യങ്ങൾക്ക് ഇന്ന് ലോകത്ത് എവിടെ പോയി കഴിഞ്ഞാലും വേണ്ട അടിസ്ഥാനപരമായിട്ടുള്ള ഒന്നാമത്തെ ഘടകമാണ് മൂലകങ്ങൾ എന്ന് പറയുന്നത്. ആ മൂലകങ്ങളിൽ തന്നെ 3ആയി തരംതിരിച്ചിരിക്കുന്നു: പ്രധാന, ഉപപ്രധാന, സൂക്ഷ്മ മൂലകങ്ങൾ എന്നുള്ളത്. സൂക്ഷ്മ മൂലകങ്ങൾക്ക് വേണ്ടി അടിസ്ഥാനപരമായിട്ട് വേണ്ട നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാഷ് എന്ന് പറയുന്ന നമ്മുടെ നാച്ചുറലായിട്ട് അന്തരീക്ഷത്തിലും മണ്ണിലുമുള്ള മൂലകങ്ങളെ എത്തിച്ചു കൊടുക്കുവാൻ വേണ്ടിയിട്ടുള്ള തികച്ചും ഓർഗാനിക്കായ ജൈവമായ നമ്മുടെ ഉൽപ്പന്നങ്ങൾ നമ്മളിവിടെ ഈ വെള്ളത്തിലേക്ക് മിക്സ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ആദ്യമായി തന്നെ നൈട്രജനാണ് നമ്മൾ വെള്ളത്തിലേക്ക് മിക്സ് ചെയ്യുന്നത്. 200 ലിറ്റർ വെള്ളത്തിലേക്ക് 400 ml എന്നുള്ള രീതിയിലേക്ക് നമ്മൾ ഈ വെള്ളത്തിലേക്ക് മിക്സ് ചെയ്യുകയാണ്. ഇത് 400 ml അളവ് പാത്രമാണ്. ആ 400 ml നമ്മുടെ പ്രൊഡക്റ്റ് നമ്മൾ മിക്സ് ചെയ്യുകയാണ്. നൈട്രജൻ നമ്മൾ മിക്സ് ചെയ്യുകയാണ്. കാരണം അന്തരീക്ഷത്തിൽ നിന്ന് ഏറ്റവും കൂടുതലുള്ള ഒരു മൂലകം എന്ന് പറയുന്നത് നൈട്രജനാണ്. ആ നൈട്രജനെ തികച്ചും നാച്ചുറലായിട്ട് ഒരു 30 വർഷം മുന്നേയുള്ള മണ്ണിലുണ്ടായിരുന്ന ബാക്ടീരിയകൾ മുഖാന്തരം, ജൈവാണുക്കൾ മുഖാന്തരം എത്തിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള അതിനൂതന സാങ്കേതിക വിദ്യയാണ് നമ്മൾ ഇന്നിവിടെ അപ്ലൈ ചെയ്യുന്നത്. രണ്ടാമതായി ഫോസ്ഫേറ്റ്, NP ഫോസ്ഫേറ്റ് നമ്മൾ ഈ ജലത്തിലേക്ക് മിക്സ് ചെയ്യുകയാണ്. 200 ലിറ്റർ വെള്ളത്തിലേക്ക് 400 ml ഇതിൽ ഫോസ്ഫേറ്റ് നമ്മൾ ഇതിലേക്ക് മിക്സ് ചെയ്തിരിക്കുകയാണ്. നമുക്കറിയാം, ഖരാവസ്ഥയിലുള്ളൊരു വളപ്രയോഗത്തിൽ നിന്നും ദ്രാവകാവസ്ഥയിലുള്ളൊരു വളപ്രയോഗത്തിലുള്ളൊരു മാറ്റം കാർഷിക മേഖലയിൽ ചെലവ് കുറച്ചുകൊണ്ട്, ലേബർ കോസ്റ്റിനെ കുറച്ചുകൊണ്ട് നമുക്ക് കൂടുതൽ മികവിലേക്ക് എത്തുവാൻ വേണ്ടി സാധിക്കുന്നു. അതിൻ്റെയാണ് രണ്ടാമത്തെ. നമ്മുടെ മൂന്നാമത്തെ പൊട്ടാഷ്, കാലിയം എന്ന രാസമത്തിൽ വരുന്ന പൊട്ടാഷിനെ 200 ലിറ്റർ വെള്ളത്തിലേക്ക് 400 ml എന്നുള്ള രീതിയിൽ നമ്മൾ മിക്സ് ചെയ്തിരിക്കുകയാണ്. അടുത്തായിട്ട് വരുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രൊഡക്റ്റാണ് ഷേത്ത് എന്ന് പറയുന്നത്. സോയിൽ ഹെൽത്ത് എൻഹാൻസ്മെൻറ്റ് ടെക്നോളജി. മണ്ണിന് ആവശ്യമായ സൂക്ഷ്മ മൂല്യങ്ങളെ എത്തിക്കുന്നതിന് വേണ്ടി, മണ്ണിരകളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി, മണ്ണിൻ്റെ pH ലെവലിനെ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടി 5 ടണ്ണ് കാലിവളത്തിൻ്റെ 50 കിലോയുടെ 100 ചാക്ക് ചാണകവളത്തിൽ അടങ്ങിയിരിക്കുന്ന എസൻസിന് തുല്യമായ ഓർഗാനിക് വളങ്ങൾ. നമുക്കറിയാം, ഇത് നോക്കുമ്പോൾ നമുക്കോ അല്ലെങ്കിൽ മനുഷ്യർക്കോ ജീവജാലങ്ങൾക്കോ യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ലാതെ തന്നെ നമുക്കിത് ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്നു. ഇതിനെ നമ്മൾ 400 ml എന്ന രീതിയിൽ 200 ലിറ്റർ വെള്ളത്തിലേക്ക് നമ്മൾ മിക്സ് ചെയ്തിരിക്കുകയാണ്. അതുപോലെ വളരെ പ്രധാനപ്പെട്ട അടുത്തൊരു ഉൽപ്പന്നമാണ് നമ്മുടെ സ്റ്റിംറിച്ച് എന്ന് പറയുന്നത്. സ്റ്റിംറിച്ച് എന്ന് പറയുന്നത് റൂട്ട് ടു ഫ്രൂട്ടായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്ന ഒരു ഉൽപ്പന്നമാണ്. അതായത് സസ്യങ്ങളുടെ വേരിൻ്റെ സ്വഭാവം മുതൽ കായയുടെ സൈസിനെ വരെ സ്വാധീനിക്കുന്ന ഒരു ഉൽപ്പന്നമാണ് സ്റ്റിംറിച്ച് എന്ന് പറയുന്നത്. സ്റ്റിംറിച്ചിനെയും നമ്മൾ 200 ലിറ്റർ വെള്ളത്തിലേക്ക് 400 ml എന്നുള്ള രീതിയിലേക്ക് നമ്മളിവിടെ മിക്സ് ചെയ്തിരിക്കുകയാണ്. ഇതൊരു ടോണിക്കായി, സസ്യത്തിൻ്റെ പച്ചപ്പിനായി, കൂടുതൽ മികവിലേക്ക് പോകാൻ, ഗ്രോത്ത് പ്രൊമോട്ടറായി ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്നതാണ് സ്റ്റിംറിച്ച് എന്ന് പറയുന്നത്. ഈ 5 ഉൽപ്പന്നങ്ങളും നമ്മൾ ഈ വെള്ളത്തിലേക്ക് മിക്സ് ചെയ്തിരിക്കുകയാണ്. നമ്മൾ അതിന് ശേഷം നമ്മളൊരു വടിയെടുത്ത് ഈ ജലത്തിലെ ഈ വളപ്രയോഗത്തെ നമ്മൾ മിക്സ് ചെയ്യുകയാണ്. നമുക്കറിയാം, ഇത് ഇളക്കുന്ന രീതി കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും. കൂടുതൽ ബലം പ്രയോഗിക്കാതെ ഈ വെള്ളത്തിലേക്ക് നമ്മുടെ ഈ ബാക്ടീരിയകളെ നമ്മൾ മിക്സ് ചെയ്യുകയാണ്.
200 ലിറ്റർ വെള്ളത്തിലേക്ക് 400 ml എന്ന രീതിയിൽ നൈട്രജനെയും ഫോസ്ഫറസിനെയും പൊട്ടാഷിനെയും ഷേത്തിനെയും സ്റ്റിംറിച്ചിനെയും സസ്യത്തിന് ആവശ്യമായ മൂലകങ്ങൾ, വളപ്രയോഗം, ഗ്രോത്ത്, അങ്ങനെ എല്ലാം അടങ്ങിയ ഓൾ പ്രോബ്ലം വൺ സൊല്യൂഷൻ എന്ന ഒരു ഉൽപ്പന്നത്തെ നമ്മൾ ഈ വെള്ളത്തിലേക്ക് മിക്സ് ചെയ്തിരിക്കുകയാണ്. അത് നമ്മൾ തെങ്ങിൻ്റെ ചുവട്ടിലേക്കും റബ്ബറിൻ്റെ ചുവട്ടിലേക്കും നമ്മൾ ഇന്നിവിടെ അപ്ലൈ